വെൽക്കം ടു ഡീപ് റീഡ്സ്. ഞാൻ ദീപ്തി ടെറൻസ്. ഞാനിന്ന് പരിചയപ്പെടുത്തുന്നത് അരുന്ധതി റോയ് എഴുതിയിട്ടുള്ള മദർ മേരി കംസ് ടു മീ എന്ന മെമ്മോയാണ്. അരുന്ധതി റോയുടെ ഏറ്റവും പുതിയ പുസ്തകമായ മദർ മേരി കംസ് ടു മീ പബ്ലിഷ് ചെയ്തിരിക്കുന്നത് പെൻഗ്വിൻ റാൻഡം ഹൗസ് ആണ്. ഇതിനകത്ത് MRP $8.99 ആണ്. ഞാനിത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് ആണ് മേടിച്ചത്. $5.99 സംതിങ് ആണ്. അങ്ങനെ രണ്ട് ബുക്ക്, ഒരു സുനിത കൃഷ്ണൻ്റെ ബുക്കും മദർ മേരി കംസ് ടു മീയും രണ്ടും കൂടിയിട്ടാണ് ഞാൻ വാങ്ങിച്ചത്. പക്ഷെ ബുക്ക് വന്നപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് സങ്കടമായി പോയി. കാരണം ഇത് ഇത്തിരി പൈറേറ്റഡ് ആയിട്ടുള്ള പുസ്തകമാണ്. ഇത്തിരി അല്ല, നന്നായിട്ട് പൈറേറ്റഡ് ആണ്. വായിക്കാനൊക്കെ വളരെ ബുദ്ധിമുട്ടി. ഇതിൻ്റെ പ്രിൻറ്റിംഗ് ഒന്നും ശരിയല്ല. അപ്പോൾ അതെനിക്ക് ഒത്തിരി സങ്കടമായി. അപ്പോൾ നമുക്കിനി പുസ്തകത്തിൻ്റെ വിശേഷത്തിലേക്ക് വരാം. മദർ മേരി കംസ് ടു മീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മെമ്മോയാണ്. അതിൽ നമ്മൾക്കറിയാം, അരുന്ധതി റോയ് എന്തെഴുതിയാലും വിൽക്കപ്പെടുന്ന തരത്തിൽ കഴിവുള്ള, അത്രയും ടാലൻ്റ് ഉള്ള ഒരു എഴുത്തുകാരിയാണ്. ഞാൻ അവരുടെ രണ്ട് നോവൽസേ എഴുതിയിട്ടുള്ളൂ. ആദ്യത്തെ നോവലിന് തന്നെ ബുക്ക് പ്രൈസ് 1997 കിട്ടിയ ഒരു എഴുത്തുകാരിയാണ്. എനിക്ക് അവരുടെ എഴുത്ത് ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര നമ്മൾ മാജിക്കൽ റിയലിസം എന്നൊക്കെ നമ്മളിങ്ങനെ പറയുന്നതിനേക്കാളും കൂടുതൽ വാക്കുകൾ, പിന്നെ പറയുന്ന കാര്യങ്ങളുടെ ഉറപ്പ്. അവർ ഒരാളെ ക്രിട്ടിസൈസ് ചെയ്യുകയാണെങ്കിലും നമുക്കും തോന്നും ചിലപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഒരു പൊളിറ്റിക്കൽ പാർട്ടി ലീഡറിനെ ആയിരിക്കും അവർ പറയുന്നുണ്ടാവുക. പക്ഷെ എന്നാലും അവരുടെ വാക്കുകൾ വായിക്കുമ്പോൾ നമുക്ക് തോന്നും സത്യമാണല്ലോ എന്ന് തോന്നും. അത്രയും ഭംഗിയിൽ എഴുതി പിടിപ്പിക്കാനുള്ള അവരുടെ വാക്കുകളുടെ ടാലൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അതിൽ ഭയങ്കരമായിട്ട് അഡിക്റ്റഡ് ആണ്. അത്രയും എനിക്കിഷ്ടമാണ് അരുന്ധതി റോയ്. എനിക്ക് അവരുടെ ക്യാരക്ടറും ഇഷ്ടമാണ്. അവരുടെ പൊളിറ്റിക്കൽ വ്യൂസും കാര്യങ്ങളൊന്നും ഞാൻ യോജിക്കാത്ത കാര്യമാണ്. പക്ഷേ ഇതിനകത്ത് ഈ പൊളിറ്റിക്കൽ വ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇത് പുസ്തകം ഈ മെമ്മോയ വായിക്കുമ്പോൾ നമുക്കറിയാം ഇതിനകത്ത് ഇവർ എതിർപ്പ് പറയാത്ത, അതായത് ഇപ്പോൾ നമ്മൾ വിചാരിക്കും ഇവർ ഭാരതീയ ജനതാ പാർട്ടിക്കെതിരെയാണ് ഇവർ എതിർപ്പ് പറയുന്നതെന്ന് പറയുന്നത്. പക്ഷേ ഇവർ ഇതിനകത്ത് കോൺഗ്രസ് നരസിംഹറാവുവിനെതിരെ ആയാലും, ഇപ്പോൾ പിന്നെ പണ്ടത്തെ ഒരു കഥ പറയുമ്പോൾ നക്സലൈറ്റ് ആക്രമണത്തിൻ്റെ ഒരു കഥ പറയുമ്പോൾ അതിനകത്ത് കോമ്രേഡ് നമ്പൂതിരിപ്പാട്, അതായത് നമ്മുടെ EMS, അപ്പോൾ ഇവർ ഇന്ന പൊളിറ്റിക്കൽ പാർട്ടി എന്ന് പറഞ്ഞിട്ടല്ല അവർ വിമർശിക്കുന്നത്. അവർ സാമൂഹ്യമായിട്ട് സമൂഹത്തിൽ നടക്കുന്ന അനീതികൾക്കെതിരെ പറയുക എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് ഒരുപാട് ഹേറ്റേഴ്സ് ഉണ്ട്. ഇവർ ഇന്ത്യക്കാരിയല്ല, ഇവരെ പാകിസ്ഥാനിലേക്ക് വിടൂ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് മുറികൾ. അപ്പോൾ നമ്മൾക്കിപ്പോൾ ലാസ്റ്റ് ചാപ്റ്റേഴ്സിലൊക്കെ ഇവർ എഴുതിയിട്ടുള്ള കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെ, ഇപ്പോൾ അഫ്സൽ ഗുരുവിനെ പറ്റിയിട്ടും അങ്ങനെയൊക്കെ ഇവർ അഫ്സൽ ഗുരുവിനെയൊക്കെ പ്രകീർത്തിച്ചിട്ടൊക്കെ ഇങ്ങനെ പറയുമ്പോൾ നമ്മൾക്ക് ഈ ചില TV ആങ്കേഴ്സ് എൻ്റെ പേര് പറഞ്ഞ് വിളിക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്കപ്പം തന്നെ അർണബ് ഗോസ്വാമിനെ നമുക്ക് ഓർമ്മ വരും. അങ്ങനെയാണ് ഈ പുസ്തകത്തിൽ നമുക്ക് ആളുടെയും പേരുകൾ പറയുന്നില്ലെങ്കിലും നമുക്കത് മനസ്സിലാവും. പിന്നെ ഇതിനകത്ത് ഇപ്പോൾ പറയുന്നത് മദർ, അതായത് ഇവരുടെ അമ്മ മേരി റോയ്, അവരും ഒരു കൾട്ട് ഫിഗറാണ്. ഇവരെ പോലെ തന്നെ ഭയങ്കരമായിട്ട് ബ്രില്യൻസും ഭയങ്കരമായിട്ട് ടാലൻറ്റും ഭയങ്കരമായിട്ട് ഇതിനകത്ത് അരുന്ധതി റോയ് പറയുന്ന ഒരു ഗാങ്സ്റ്ററാണ്. അപ്പോൾ ഈ മൊത്തം പാട്രിയാർക്കിനെ എതിർക്കുന്ന, അതായത് നമ്മൾ ആൺ അധികാരത്തിനെ മുഴുവൻ എതിർക്കുന്ന തരത്തിലുള്ള ഒരു വിൽ പവർ ഉള്ള ലേഡിയാണ് ഈ മേരി റോയ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ആ മേരി റോയ് പള്ളിക്കൂടം എന്ന് പറഞ്ഞിട്ട് കോട്ടയത്ത് സ്കൂളിൽ ഒരു ജീസസിനെ വെച്ചിട്ട് അങ്ങനത്തെ ഒരു പേരിലുള്ള ഒരു നാടകം കളിക്കുകയാണ്. അപ്പോൾ ആ നാടകം അത് ക്രിസ്ത്യൻ സമൂഹത്തിനെ അവഹേളിക്കുന്നതാണ് എന്ന് പറഞ്ഞിട്ട് ഒരു കളക്ടർ അതിനെ എതിർക്കുന്നുണ്ട്. അപ്പം ഞാനത് ഗൂഗിളിൽ പോയി അപ്പം തപ്പി കിട്ടിയപ്പോഴാണ് അത് അൽഫോൺസ് കണ്ണന്താനമാണെന്ന് എനിക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ അതിനെതിരെ നിൽക്കുന്ന മേരി റോയും അതിൻ്റെ തന്നെ മകളാണ് ഇത്. അപ്പോൾ ഇതിൽ ഈ പുസ്തകത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ബ്രില്യൻ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ്, ഒന്ന് മേരി റോയും ഒന്ന് അരുന്ധതി റോയും. അപ്പോൾ അരുന്ധതി റോയ് സ്വന്തം അമ്മയെ പറ്റിയിട്ട് എഴുതുകയാണ്. അപ്പോൾ അതറിയാനായിട്ടുള്ള ഒരു ആകാംക്ഷ കൊണ്ട് കൂടിയിട്ടായിരിക്കാം എല്ലാവരും ഈ പുസ്തകം വാങ്ങുന്നുണ്ടാവുക. പക്ഷേ ഈ പുസ്തകത്തിനകത്ത് ഇപ്പം ഞാൻ എൻ്റെ ഐഡിയാസ് പറയുകയാണെങ്കിൽ, നോർമലി നമ്മൾ മെമ്മോയ എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഒരു ഓർമ്മക്കുറിപ്പ്, അല്ലെങ്കിൽ ബയോഗ്രഫി എന്നൊക്കെ പറഞ്ഞിട്ട് ആളുകൾ എഴുതുമ്പോൾ എല്ലാവരെയും സുഖിപ്പിച്ച് എല്ലാവരെയും നന്നാക്കി പറഞ്ഞ് ഈ ലോകത്തിൽ ആ ആളുടെ ചുറ്റും എല്ലാവരും നല്ലവരാണ് എന്നുള്ള രീതിയിലാണ് നമ്മൾ ഓട്ടോബയോഗ്രഫീസൊക്കെ നമ്മൾ വായിക്കുന്നത്. അതിൽ നിന്ന് ഇത് വ്യത്യസ്തമാവുന്നതെന്ന് പറഞ്ഞാൽ ഇത് വളരെ ജെന്യുവിനായിട്ട് സത്യത്തിൽ ഊന്നിക്കൊണ്ടുള്ള
ഒരു പുസ്തകമായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം നമ്മൾ ഈ ലോകത്തിൽ ഇപ്പം അമ്മ എത്ര നല്ല എന്താ പറയുക സ്ട്രിക്റ്റായിട്ട് ഭയങ്കരമായിട്ട് മോശമായിട്ടൊക്കെ നമ്മൾക്ക് ചൈൽഡ്ഹുഡ് അബ്യൂസുകൾ മീൻസ് നമ്മളതിനെ അടിക്കുകയും നമ്മളതിനെ ചീത്ത പറയുകയും നമ്മളതിനെ ശിക്ഷിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഒരമ്മയാണെങ്കിൽ പോലും നമ്മൾ ബയോഗ്രഫി ഇപ്പം ഞാൻ വലിയ ആളായിട്ട് ബയോഗ്രഫി എഴുതുമ്പോൾ എൻ്റെ അമ്മയ്ക്കില്ലാത്ത ഗുണഗണങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ എൻ്റെ അമ്മ എന്നിട്ട് അതിൽ നിന്നാണ് ഞാൻ അങ്ങനെ ഉണ്ടായത് എന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളായിരിക്കും. പക്ഷേ ഇതിനകത്ത് അരുന്ധതി റോയ് അങ്ങനത്തെ ഒരു കാര്യങ്ങളും ചെയ്യുന്നില്ല. അവർ പറയുന്നുണ്ട് ഈ അരുന്ധതി റോയും അരുന്ധതി റോയുടെ ബ്രദർ ലളിത് LKC എന്നാണ് പറയുന്നത്. അപ്പോൾ LKCയും എന്താണ് ഏറ്റവും മേരി റോയുടെ കയ്യിൽ നിന്ന് ഏറ്റവും അബ്യൂസ് അനുഭവിച്ചിട്ടുള്ള 2 കുട്ടികളാണ് ഇവർ രണ്ടുപേരും. ആ പള്ളിക്കൂടം സ്കൂളിലെ എല്ലാ കുട്ടികളോടും ഇവർക്ക് സ്നേഹമാണ്. അവിടെ പഠിച്ചു പോയിട്ടുള്ള പല തലമുറകളായിട്ടുള്ള കുട്ടികൾക്ക് മേരി റോയ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയെക്കാളും വലുതാണ്. മരിക്കുന്ന സമയത്ത് ഓരോരുത്തരും ആത്മക്കുറിപ്പുകളും അനുശോചന കുറിപ്പുകളും ഒക്കെ എഴുതിയത് വായിക്കുമ്പോൾ ഞങ്ങളെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു ടീച്ചറാണ്, ഞങ്ങൾക്ക് ഭയങ്കര കടപ്പാടാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അരുന്ധതി റോയ്ക്കും ഈ ലളിത് കുമാർ എന്ന് പറഞ്ഞ ബ്രദറിനും നേരെ തിരിച്ചായിരുന്നു അനുഭവങ്ങൾ ഉണ്ടാവും. അപ്പോൾ അതൊന്നും മറച്ചു വെക്കാതെ വളരെ മനോഹരമായിട്ടാണ് ഈ പുസ്തകം. ഇത് കള്ളത്തരങ്ങളൊന്നുമില്ലാതെ നമുക്കത് വായിക്കുമ്പോൾ ഇപ്പം ഞാനിതിൽ വായിച്ചത് അരുന്ധതി റോയുടെ ചെറുപ്പകാലത്ത് അവർ നേരിടുന്ന ഈ മേരി റോയുടെ കയ്യിൽ അത് വിളിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിച്ച് എന്നും പിന്നെ എന്താ പറയുക ഇങ്ങനെ എന്താ പറയുക ഹോർ എന്ന് പറയില്ല, അതായത് വേശ്യ എന്ന് പറയുന്ന അങ്ങനത്തെ വാക്കുകളൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഈ കുഞ്ഞു കുട്ടികളെ മേരി റോയ് തെറി പറഞ്ഞിരിക്കുന്നതെന്ന് പറയുമ്പോൾ അപ്പോൾ ആ സമയത്ത് ഞാനിങ്ങനെ ഇമാജിൻ ചെയ്ത് വായിക്കുമ്പോൾ എനിക്ക് ആ സമയത്ത് ഉണ്ടായിരുന്ന അരുന്ധതി റോയിനെ ഒന്ന് ചേർത്ത് പിടിക്കണമെന്ന് തോന്നി. കാരണം അങ്ങനത്തെ ഒരു അബ്യൂസീവായിട്ടുള്ള അമ്മയുടെ കയ്യിൽ നിന്നാണ് അവർ അവിടെ നിന്ന് രക്ഷപ്പെട്ട് പോരുന്നത്. ഇനി ഇതിൻ്റെ ഒരു പുസ്തകത്തിൻ്റെ ഒരു ചെറിയ ഉള്ളടക്കം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഇതെന്താണ് ആദ്യം തുടങ്ങുന്നത്. അപ്പോൾ ഇതിനകത്ത് അരുന്ധതി റോയ് തുടക്കത്തിൽ പറയുന്നത് ഒരു അമ്മ മരിച്ച മകൾ എന്ന സങ്കടത്തിനേക്കാളും ഉപരി എൻ്റെ സബ്ജക്റ്റ്, അതായത് എൻ്റെ എഴുത്തിൻ്റെ സബ്ജക്റ്റാണ് മേരി റോയ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ആ സബ്ജക്റ്റ് നഷ്ടപ്പെട്ട ഒരു എഴുത്തുകാരിയായിട്ടുള്ള ഒരാളുടെ ഒരു സങ്കടമാണ് എനിക്ക് ഇതിനകത്ത് എഴുതാനുള്ളത് എന്ന് പറയുന്നത്. അപ്പോൾ അവരെൻ്റെ സ്ഥാനവുമാണ്, എന്നാൽ എൻ്റെ ജീവിതത്തിൻ്റെ ഉള്ളിലെ കൊടുങ്കാറ്റുമാണ് എന്നുള്ളതാണ് അരുന്ധതി റോയ് പുസ്തകം തുടങ്ങുന്നത് തന്നെ. അപ്പോൾ അങ്ങനെ വന്നിട്ട് ഇവർ എന്താണ് തുടങ്ങുന്ന ഒരു 2.5-3 വയസ്സിലൊക്കെ ഈ കുഞ്ഞുങ്ങളെയും കൊണ്ട് ഈ മേരി റോയ് ഊട്ടിയിൽ വീട്ടിലേക്ക് വരികയാണ്. അപ്പോൾ ഇതിൽ നമ്മൾക്ക് മനസ്സിലാക്കി എടുക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മേരി റോയുടെ അച്ഛൻ ഒരു എൻഡമോളജിസ്റ്റാണ്, കീടശാസ്ത്രജ്ഞൻ അതാണ് അങ്ങനത്തെ അങ്ങനത്തെ അത് ബ്രിട്ടീഷുകാരുടെ കാലഘട്ടങ്ങളിലാണ്. അപ്പോൾ പുറം നാട്ടിൽ പോയിട്ട് പഠിച്ചിട്ടൊക്കെ ഉള്ളതാണ്. അപ്പോൾ അയാളെന്ന് പറഞ്ഞാൽ വളരെ ക്രൂരനായിട്ടുള്ള ഒരു അച്ഛനും ക്രൂരനായിട്ടുള്ള ഒരു ഭർത്താവുമാണ്. അതായത് ഭാര്യ നന്നായിട്ട് വയലിൻ വായിക്കുന്നുണ്ട് എന്നുള്ളത് മറ്റുള്ള ആളുകൾ പറഞ്ഞു കേട്ടിട്ട് ആ വയലിൻ തല്ലി തകർത്ത ഒരു ഭർത്താവാണ് അയാൾ. അപ്പോൾ മക്കളെയും അതുപോലെ. അപ്പോൾ ഈ മേരി റോയിനെ ആദ്യം പ്രപ്പോസ് ചെയ്തത് മിക്കി റോയ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ഇവർ ആ മിക്കി റോയോ എന്നുള്ള ആ പുരുഷനോടുള്ള സ്നേഹം കൊണ്ടോ അയാളോടുള്ള പ്രണയം കൊണ്ടോ അയാളെ വിവാഹം കഴിച്ചതില്ല. ഈ വൃത്തികെട്ട വീട്ടിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം എന്നുള്ള ചിന്തയിൽ ആദ്യം കിട്ടിയ പ്രപ്പോസൽ അംഗീകരിക്കുകയാണ് മേരി റോയ് ചെയ്തത്. പക്ഷേ ആ ലൈഫിൽ മേരി റോയ് ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ട്, കാരണം അയാൾ ഒരു ആൽക്കഹോളിക് ആണ്, അത്രയും ബോൾഡ് ആയിട്ടുള്ള ഒരു സ്ത്രീയാണ്. അവർക്ക് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരാളാണ് ഈ മിക്കി റോയ് എന്ന് പറഞ്ഞത്. അതൊരു ബംഗാളി ഹിന്ദു ഫാമിലിയാണ്. അപ്പോൾ അതിൽ നിന്ന് അപ്പോൾ ഇവർ തമ്മിൽ മാച്ച് ആവുന്നില്ല. അപ്പോൾ അതിൽ നിന്ന് ഇവർ കുട്ടികളെയും കൊണ്ടിട്ട് ഊട്ടിയിലേക്ക് വരികയാണ്. ഊട്ടിയിലേക്ക് വരുന്നതെന്ന് പറഞ്ഞാൽ അവിടെ ഈ മേരി റോയുടെ ഫാദറിന് അവിടെ ഒരു വീടുണ്ട്. അപ്പോൾ ആ വീട്ടിലേക്ക് വരുമ്പോൾ അവിടെ താമസിക്കണം. അങ്ങനെ അവിടെ കുറച്ച് സ്കൂളുകളിലൊക്കെ പഠിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവർക്ക് ആസ്മ എന്ന് പറഞ്ഞ ക്രോണിക് ആസ്മ എന്ന് പറഞ്ഞിട്ടുള്ള അസുഖമുള്ളതുകൊണ്ട് ആ ഊട്ടിയുടെ തണുപ്പ് അവർക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ അവർ തിരിച്ച് ഐമനം എന്ന് പറഞ്ഞിട്ടുള്ള നമ്മൾ ഗോഡ് ഓഫ് ദ സ്മോൾ തിങ്സിലത്തെ ആ ഐമനത്തെ തറവാട്ട് വീട്ടിലേക്ക് വരികയാണ്. അപ്പോൾ അതായത് ഈ ഗോഡ് ഓഫ് സ്മോൾ തിങ്സിലുള്ള കാര്യങ്ങളൊക്കെ ഏകദേശം ആത്മകഥാംശമുള്ള നോവലാണ്. ഈ അമ്മു എന്ന് പറയുന്നത് മേരി റോയുടെ ഏകദേശം ഒരു ഭർത്താവിനെ ഉപേക്ഷിച്ച് 2 കുട്ടികളെയും കൊണ്ട് സ്വന്തം വീട്ടിലേക്ക് കയറി വരുന്ന ഒരു ആളായിട്ടാണ് ഗോഡ് ഓഫ് സ്മോൾ തിങ്സിൽ അമ്മു എന്ന് പറഞ്ഞ കഥ. അത് മേരി റോയ് തന്നെ
തന്നെയാണ്. അത് വായിച്ചു കഴിഞ്ഞപ്പോഴാണ് മേരി റോയ്ക്ക് അത് മനസ്സിലാവുകയും ചെയ്യുന്നത്. കോട്ടയത്തെ റോട്ടറി ക്ലബിൻ്റെ മുകളിലായിട്ട് ചെറിയതായിട്ടൊരു സ്കൂൾ തുടങ്ങുകയും, അപ്പോൾ ഇവർ ആസ്മയുടെ ശല്യം ഭയങ്കര സിവിയർ ആയിട്ടിരിക്കുമ്പോൾ ഇവർ എന്താണ് മരിച്ചു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ബന്ധുവിൻ്റെ അടുത്ത് ഈ കുട്ടികളെ ആക്കാനായിട്ട് അരുന്ധതിനെയൊക്കെ ആക്കാനായിട്ട് വിളിക്കും. അപ്പോൾ ആ വീട്ടിലെ ആ വയസ്സായ അയാൾ റോട്ടറി ക്ലബിനൊക്കെ സാൻഡേ ആയിട്ട്, കോട്ടയം സാൻഡ എന്നാണ് അയാളെ കുറ്റപ്പേര് പറയുന്നത്. അയാൾ സാൻഡേ ആയിട്ടൊക്കെ നടക്കുന്ന അത്രയും എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു കഥാപാത്രമാണ്. അയാൾ ഈ കുട്ടീനെ ഉപദ്രവിക്കുകയും അബ്യൂസ് ചെയ്യുകയും ചെയ്യുന്നുണ്ടായിരുന്നു അരുന്ധതി റോയിനെ. അപ്പോൾ അങ്ങനെ അബ്യൂസ് ചെയ്യുന്ന അതിൽ നിന്നൊക്കെ സർവൈവ് ചെയ്ത് പേടിച്ചിട്ട് പ്രഗ്നൻ്റ് ആവുമോ എന്നൊക്കെ പേടിച്ചിട്ട് അബ്യൂസ് ചെയ്തിട്ടുള്ള അങ്ങനത്തെ ഒരു ലൈഫ് ഇതിനകത്ത് പറയുന്നത്. അവിടെ നിന്നാണ് ഈ പള്ളിക്കൂടം എന്നുള്ളത് ഒരു എന്തെന്നാണ് കുറച്ച് മൊട്ടക്കുന്ന് എന്നാണ് പറയുന്നത്, ബാൾഡി ഹിൽ. ആ ബാൾഡി ഹില്ലിൽ ലോറി ബേക്കറിൻ്റെ ബിൽഡിങ്ങോട് കൂടിയിട്ട് ആ സ്കൂൾ അവിടെ തുടങ്ങുന്നത്. അപ്പോൾ ലോറി ബേക്കറിൻ്റെ കൺസ്ട്രക്ഷൻ രീതിയിൽ ഇഷ്ടമായതുകൊണ്ടാണ് അരുന്ധതി എന്ത് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ 16-ാം വയസ്സിൽ അമ്മയിൽ നിന്ന് രക്ഷപ്പെട്ടിട്ട്, അത്രയും ക്രൂരമായ ഒരു അബ്യൂസിങ് ആണ്, വാക്കുകൾ കൊണ്ടായാലും ഞാൻ നിൻ്റെ ബാങ്കറാണ്, നിങ്ങളെന്നെ പഠിപ്പിക്കുന്ന കാശ് ചിലവാക്കുന്ന ആൾ എന്നുള്ള രീതിയിലാണ്. അപ്പോൾ അങ്ങനെ അവിടെ നിന്ന് 16 വയസ്സിൽ രക്ഷപ്പെട്ട് സ്കൂൾ ഓഫ് ആർക്കിടെക്ചറിൽ വരും. അപ്പോൾ ഒരു 16 വയസ്സുള്ള കുട്ടി ട്രെയിനും ഇതൊക്കെ പിടിച്ച് 2 ദിവസമൊക്കെ കഴിഞ്ഞിട്ട് വന്നപ്പോൾ അവിടെ ബന്ധുക്കളുണ്ട്, അതായത് മേരി റോയുടെ ചേച്ചി ഉണ്ട് അവിടെ. പക്ഷേ അവർ എയർഫോഴ്സ് ഉദ്യോഗസ്ഥനൊക്കെ നല്ല വെൽ സെറ്റിൽഡ് ആയിട്ട് ജീവിക്കുന്നതാണ്. മേരി റോയി ആയിട്ട് വലിയ കണക്ഷൻ ഒന്നുമില്ല. കാരണം ഭർത്താവിനെ ഉപേക്ഷിച്ച് വന്ന അനിയത്തിയോട് ചേച്ചിക്ക് വലിയ താല്പര്യമില്ല. അപ്പോൾ അങ്ങനെ അങ്ങനെയുള്ളതിൽ നിന്ന് അവിടെ കുറച്ച് നേരം നിന്ന് അങ്ങനെ ഹോസ്റ്റലിൽ നിന്ന് ഭാഷ അറിയില്ല, ലാംഗ്വേജ് അറിയില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ സർവൈവ് ചെയ്ത് അങ്ങനെ ഒരു നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അർബൻ അഫയേഴ്സിലൊക്കെ കുറച്ച്, അതായത് പഠിച്ചു കഴിഞ്ഞ് ജോലി കിട്ടി. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് ജേസി എന്ന് പറഞ്ഞിട്ട്, ജീസസ് എന്നാണ് ഇതിനകത്ത് പറയുന്നത്. അപ്പോൾ ജേസി എന്ന് പറഞ്ഞ ഒരാളുമായിട്ട് പ്രണയത്തിലാവുന്ന, അദ്ദേഹത്തിന് ഈ ലോറി ബേക്കറിൻ്റെ ആർക്കിടെക്ചറൽ ബ്രില്യൻസ് കാണാനായിട്ട് ഈ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ ആർക്കിടെക്ചർ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചിരുന്നതാണ് ഈ ജേസി. അപ്പോൾ അയാൾ നാട്ടിലേക്ക് വരുന്നു. അപ്പോൾ ഈ ഇവരുടെ സ്കൂൾ പണിയുന്ന ആദ്യഘട്ടത്തിലൊക്കെ ഈ ജേസി ഉണ്ടായിരുന്നു. അങ്ങനെ അപ്പോൾ ഒരു 15-16, അപ്പോൾ ആദ്യമായിട്ട് ജേസീനെ കണ്ടപ്പോഴാണ് എനിക്ക് ആദ്യമായിട്ട് സെക്ഷൽ ഡിസയർ തോന്നിയത് എന്നുള്ളതാണ് അരുന്ധതി റോയ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ആ ഇതിൽ അരുന്ധതി റോയ് ജേസീനെ കല്യാണം കഴിക്കുകയും, പക്ഷേ പിന്നീട് അയാൾ ഗോവനാണ്. അപ്പോൾ ഗോവയിൽ ചെന്ന് നിൽക്കുമ്പോൾ അയാളുടെ അമ്മയുടെ പെരുമാറ്റങ്ങളും ഇതൊക്കെ കണ്ടപ്പോൾ അവിടെ നിന്നാൽ ഇവൾക്ക് ശ്വാസം മുട്ടി ആവും. മീൻസ് അമ്മയുടെ ഏതാണ് നമ്മൾ അതിൽ കളിയാക്കുന്നുണ്ട്, ഇന്ത്യയാണ്, ഇന്ത്യയിലെ എല്ലാ അമ്മമാർക്കും ആൺകുട്ടികളോട് ഭയങ്കരമായിട്ട് സ്നേഹമാണെന്ന് പറയുന്നത്. മീൻസ് ആൺകുട്ടികൾ 50 വയസ്സായാലും 60 വയസ്സായാലും അമ്മമാർക്ക് ആൺകുട്ടികളോട് ഭയങ്കര കെയറാണ് എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നിൽക്കാൻ പറ്റാത്തത് കൊണ്ട് അവൾ വണ്ടി കയറി അരുന്ധതി റോയ് തിരിച്ച് ഡൽഹിയിലേക്ക് വരികയാണ്. അപ്പോൾ അതിൽ ജേസീനെ ഒരുപാട് ഇഷ്ടമാണ്, പക്ഷേ അവിടെ സർവൈവ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് വന്നതാണ്. അപ്പോൾ ഇവരുടെ മാരേജ് ലീഗലായിട്ടുള്ള ഒരു മാരേജ് ഒന്നല്ല. അപ്പോൾ അങ്ങനെ വന്നു. പക്ഷേ അതിൽ ആൾ ഡിപ്രഷനായി പോയി, അങ്ങനെ തെറാപ്പിക്ക് പോകും. പിന്നെ അവിടെ നിന്ന് ഒരു ജോലി കിട്ടുകയും ആ ജോലിയിൽ നിന്ന് ഇവളുടെ തൊട്ട് സീനിയറായിട്ടുള്ള സ്ത്രീയുടെ വീട്ടിലേക്ക് ചെല്ലുമ്പോഴാണ് ആ സ്ത്രീയുടെ ഭർത്താവ് പ്രദീപ് എന്ന് പറഞ്ഞ ആളുമായിട്ട് പരിചയപ്പെടുകയും, അങ്ങനെ പ്രദീപ് ഒരു എഴുത്തുകാരൻ, മീൻസ് ഇങ്ങനെ ഡയറക്ടർ, അങ്ങനത്തെ സ്ക്രിപ്റ്റ് റൈറ്റർ അങ്ങനത്തെയൊക്കെ ഒരാളാണ്. അപ്പോൾ അയാളുമായിട്ട് പരിചയപ്പെടുകയും, അപ്പോൾ ഈ പെണ്ണ് അതായത് ഈ ബോസ് വീട്ടിൽ നിന്ന് പിണങ്ങി പോവുകയും, അങ്ങനെ ഈ പ്രദീപും ഇതുകൂടി സിനിമകൾ, ഡോക്യുമെൻ്ററി ഫിലിംസ് പോലത്തെയൊക്കെ ചെയ്യുകയും, അങ്ങനെ ഇവരുടെ റൈറ്റിംഗ് കരിയർ, ഇവരുടെ കരിയർ, അതിൻ്റെ ഇടയിൽ മേരി. അപ്പോൾ ഈ ഇത്രയും കൊല്ലം, അതായത് 16 വയസ്സിൽ അവളത് പോയതിന് ശേഷം 1997 ഇവള് ബുക്കർ പ്രൈസും കാര്യങ്ങളൊക്കെ കിട്ടി. അതിനോടനുബന്ധിച്ചിട്ടൊക്കെയാണ് പിന്നീട് മേരി റോയുമായിട്ട് കൂടുന്നത്. അതുവരെ അവളുടെ അമ്മയ്ക്ക് ഇവളെ പറ്റിയിട്ട് ഒരു കാര്യം അറിയില്ല, ഇവൾക്ക് ഇവളുടെ അമ്മേനെ പറ്റിയിട്ടും ഒന്നും അറിയില്ല. അപ്പം അങ്ങനത്തെ ഒരു ലൈഫാണ് ഇവർ ചെയ്യുന്നത്. പക്ഷെ മരണ സമയത്ത് അവൾ തിരികെ വന്നു. മേരി റോയിനെ കുറേ നാൾ ആശുപത്രി എടുക്കുകയും ഒക്കെ ചെയ്യുന്നു. അപ്പോൾ അതൊക്കെ മേരി റോയിനെ നോക്കി അരുന്ധതി റോയ് നോക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ തന്നെ ഇവരുടെ അച്ഛൻ്റെ, അതായത് മിക്കി റോയ് എന്ന് പറഞ്ഞിട്ടുള്ള ആൾ ഇടയ്ക്ക്, അതായത് ബ്രദർ ലളിത് LKC എന്ത് ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ അച്ഛനെ കണ്ടുപിടിച്ചിട്ട് കൂടി യോജിക്കുകയും, അങ്ങനെ ഇടയ്ക്ക് കാശ് ചോദിക്കാനൊക്കെ ആയിട്ട് അയാൾ ഇപ്പോഴും മദ്യപാനി തന്നെയാണ്. അപ്പോൾ അങ്ങനെ ആ മദ്യപാനിയായിട്ട് അയാൾ മരിക്കുകയും ഒക്കെ ചെയ്യുന്ന
കാര്യങ്ങളാണ് ഈ പുസ്തകത്തിനകത്ത് പറയുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ എഴുത്ത് അതായത് റൈറ്റിംഗ് കരിയറാണ് മെയിനായിട്ട് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് മാവോയിസ്റ്റുകളുടെ കൂടെ കാട്ടിലേക്ക് പോയതും പിന്നെ ഇതിനകത്ത് LK അദ്വാനിയുടെ യാത്രയും ബാബറി മസ്ജിദിൻ്റെ അഫ്സൽ ഗുരുവിൻ്റെ കാര്യങ്ങൾ, പിന്നെ അങ്ങനെ മേധാ പട്കറുമായിട്ടുള്ള കാര്യങ്ങൾ, അങ്ങനെ കുറേ അവരുടെ പൊളിറ്റിക്കൽ അതിൻ്റെ പിന്നിൽ, അതായത് കോർട്ട് ഓർഡർ വന്നിട്ട് കോടതി അലക്ഷ്യമായിട്ട് ഒരു ദിവസം ജയിലിൽ കിടക്കേണ്ടി വന്നതും അങ്ങനെ ഉള്ള കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഈ പുസ്തകം പറഞ്ഞു നിർത്തുന്നത്. ഇപ്പം ഇതിൽ നമ്മൾ വായിക്കുന്നവരുടെ രീതിയിലാണ്. എനിക്ക് ആദ്യമൊക്കെ ഭയങ്കരമായിട്ട് എന്താണ് സങ്കടം വരികയാണ് ചെയ്തത് ഈ അരുന്ധതി റോയുടെ ബാല്യകാലം വായിച്ചപ്പോൾ. പിന്നെ ഇതിനകത്ത് ഡൽഹിയിലെത്തുമ്പോൾ ഇവരുടെ മറ്റു പറയുക സബ്സ്റ്റൻസ് അബ്യൂസുകളുണ്ട്, ഹെറോയിൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് അങ്ങനെ ലൈഫ് ഇതാവുകയാണ്. പിന്നെ ഇതിനകത്ത് അതായത് ഇപ്പോൾ ഈ ജെസിയുടെ കൂടെയുള്ള ലൈഫിൽ കുട്ടികൾ വേണമെന്നൊക്കെ ഇവൻ്റെ അമ്മയൊക്കെ പറയുമ്പോൾ, ജെസിയുടെ അമ്മയൊക്കെ പറയുമ്പോൾ ഇവള് പറയുന്നുണ്ട്, എനിക്ക് മാതൃത്വമുണ്ടോ എന്ന് എനിക്കറിയില്ല, എൻ്റെ മാതൃത്വം എന്ന് പറഞ്ഞ് ഞാൻ കണ്ടിരുന്നത് എൻ്റെ അമ്മേനെയാണ്, അതത്ര നല്ലതല്ലാത്തതുകൊണ്ട് എനിക്ക് വലിയ കോൺഫിഡൻസ് ഇല്ല ഒരു അമ്മയാവുക എന്നുള്ളത് കൊണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ആവുന്നതും അങ്ങനെ പ്രദീപുമായിട്ട് ഉള്ള ഒരു ലൈഫിൽ പ്രഗ്നൻ്റ് ആവുന്നതും അത് അബോർട്ട് ചെയ്യുന്നതും അങ്ങനത്തെ ഇവരുടെ ലൈഫ് എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ നേർരേഖയായിട്ട് പോകുന്ന ഒരു ജീവിതമൊന്നുമല്ല. നിറച്ച് നമ്മൾ എന്താ പറയുക ഈ CGD ഒക്കെ രേഖ പോലെ ഇങ്ങനെ ഭയങ്കരമായി സഫർ ചെയ്ത് സ്ട്രഗിൾ ചെയ്തിട്ടുള്ള ഒരു ലൈഫാണ് അരുന്ധതി റോയുടെ. നമുക്ക് വായിച്ചിരിക്കാൻ നല്ല രസമുള്ള ഒരു മെമ്മോയാണ്. അപ്പോൾ ഇതൊക്കെയാണ് പുസ്തകത്തിൻ്റെ വിശേഷങ്ങൾ. നിങ്ങളെല്ലാവരും വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകമാണ്. ഇതിന് കിട്ടിയ അവാർഡുകളെല്ലാം ഇത് അർഹമായിട്ടുള്ള ഒരു പുസ്തകം തന്നെയാണ്. അപ്പോൾ അടുത്തൊരു പുസ്തകവുമായിട്ട് വരുന്നത് വരേക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം.